ദാരുണമായ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞങ്ങളും ചേരുകയാണ്. ഇവിടെ വന്ന് ബിന്ദുവിൻ്റെ വീടും പരിസരവും കാണുകയും അമ്മയെയും ഭർത്താവിനെയും എല്ലാം ആശ്വസിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് എത്രയോ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു തൊഴിലാളി സ്ത്രീയാണ് ആശുപത്രിയിൽ മകളുടെ ചികിത്സയ്ക്കായി മകളോടൊപ്പം ശുശ്രൂഷയ്ക്ക് വന്ന് അവിടെ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് ഇന്നിവിടെ ചലനമറ്റ് കിടക്കുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. ആ സംഭവത്തിൻ്റെ നാടിൻ്റെ ദുഃഖത്തിൽ, ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. അമ്മയുടെ കരച്ചിൽ തീരാത്ത കരച്ചിലാണ്. മകളുടെ രോഗാവസ്ഥ കണക്കിലെടുത്ത് മകളെ അധികം പേര് സന്ദർശിക്കുന്നില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞു. ഈ കുടുംബത്തിന് മതിയായ എല്ലാ സഹായങ്ങളും, നഷ്ടപരിഹാരം എത്ര കൊടുത്താലും മതിയാവില്ല. അപരിഹാര്യമായൊരു നഷ്ടമാണ് ഈ കുടുംബത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ആ കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി അവിടുന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് ഈ കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുക. ഈ കുട്ടിക്ക് ജോലി കൊടുക്കുക, വീട് നന്നായിട്ട് പണിത് പൂർത്തീകരിച്ചു കൊടുക്കുക. ഈ നാട് അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ വീടിൻ്റെയും ഈ നാടിൻ്റെയും ദുഃഖത്തിൽ കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റിയും പങ്കുചേരുകയാണ്. ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. ഇവരുടെ വേദന പരിഹരിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്ന് സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യും. ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ശേഷം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വളരെ സങ്കടകരമായ അവസ്ഥ തന്നെയാണ് കുടുംബത്തിൻ്റേത് എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹവും. ഈ മകളുടെ ചികിത്സ ഉൾപ്പെടെ സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നേരത്തെ തന്നെ ആശുപത്രിയിലെത്തി ഈ അപകടം നടന്ന സ്ഥലം KPCC പ്രസിഡന്റും മറ്റ് കോൺഗ്രസ് നേതാക്കളുമൊക്കെ തന്നെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും അവരുടെ പ്രതികരണം നമ്മൾ കണ്ടത് തന്നെയാണ്. കൃത്യമായ വീഴ്ച സർക്കാരിൻ്റെയും അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തലയോലപ്പറമ്പിലെ വീട്ടിൽ ബിന്ദുവിൻ്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. 8 മണിയോടുകൂടിയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ പൊതുദർശനം ഇപ്പോഴും തുടരുന്നു. 11:30 സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ബിന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും നിരവധി ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ എത്തി ബിന്ദുവിന് ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 11:15 അവിടെ എത്തി ബിന്ദുവിൻ്റെ വീട്ടിലെത്തും എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ വന്ന് കടന്നു കരളൊലയ്ക്കുന്ന കാഴ്ചകളാണ് നമുക്ക് തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ ആ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വിങ്ങിപ്പൊട്ടുകയാണ് ആ കുടുംബം ഒന്നാകെ. മക്കളെയും അമ്മയെയും ഭർത്താവിനെയും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ മകൻ ജോലി ചെയ്യുകയായിരുന്നു. ആദ്യ ശമ്പളം അമ്മയെ ഏൽപ്പിക്കാൻ വേണ്ടി എത്തേണ്ടിയിരുന്നതാണ്. അവസാനമായി അന്ത്യചുംബനം നൽകാനായി നവനീത് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നവമിയെ സംബന്ധിച്ചായാലും ഇവിടെ ആശുപത്രിയിൽ നവമിക്ക് കൂട്ടിരിക്കാൻ പോയപ്പോഴാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊരു അപകടമുണ്ടായത്, അമ്മയുടെ ജീവൻ നഷ്ടമായത് എന്നുള്ളത് നവമിയെ സംബന്ധിച്ചും എത്രത്തോളം താങ്ങാൻ കഴിയാത്ത കാര്യമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, ആ കാണുന്ന ആരുടെയും മനസ്സിനെ തൊടാൻ പാകത്തിലുള്ള ദൃശ്യങ്ങളാണ് തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഞാൻ എന്ത് ചെയ്തമ്മ അമ്മ എന്ത് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ കിടക്കുന്ന അമ്മ എന്റെ